നോമ്പ് ചിന്ത 24-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ, കൃപാസനം. ഉദരമാണോ നമ്മുടെ ദൈവം? വിശ്വാസം 2 തരമുണ്ടാകും. വിഷയബന്ധിയായ വിശ്വാസം, അതുപോലെ തന്നെ ദൈവസ്നേഹബന്ധിയായ വിശ്വാസം. ആദിമസഭയുടെ വിശ്വാസ കാഴ്ചപ്പാടുകളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനമെന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുന്നു. ഗലാത്യ 5-ാം അധ്യായം 6-ാം വാക്യം. ശ്രദ്ധിക്കുക, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച ദൈവത്തോടുള്ള സ്നേഹത്താലാണ് പ്രവർത്തനനിരതമാകേണ്ടത്, അല്ലാതെ നമുക്ക് അനുദിനമുണ്ടാകുന്ന ആവശ്യങ്ങളുടെ സമ്മർദ്ദത്താലല്ല. വിശ്വാസ ജീവിതം പ്രവർത്തനനിരതമായിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ വിടവുണ്ടാവരുതെന്നാണ് പ്രവർത്തനനിരതം എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം ഈ ആഴ്ചയിൽ വിശ്വാസം വർദ്ധിച്ചു എന്നിരിക്കട്ടെ. അടുത്ത ദിവസം ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ തകർച്ചയുടെ പേരിൽ നമ്മുടെ വിശ്വാസം തണുത്തുപോയെന്ന് വരാം. അപ്പോൾ വിശ്വാസം നിരതമല്ലെന്ന് വരും. വിശ്വാസം തണുത്തു പോകുന്നത് ആത്മീയ ജീവിതത്തിൽ സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ എന്ന്. യോഹന്നാൻ 15:7. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിടവ്. വിശ്വാസത്തിൽ അകൽച്ച, വിടവൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും മേലിൽ ഉണ്ടാകില്ലെന്നുറപ്പിക്കാനുമാണ് നോമ്പുകാലത്ത് പ്രത്യേക തീവ്ര പരിഹാര നടപടി ശുശ്രൂഷകൾ ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പതർച്ചകളെ നമ്മൾ പരിഹരിക്കാൻ നോക്കുന്ന സമയമാണ് നോമ്പുകാലം. എന്നാൽ ചിലർക്കിതൊന്നും ഒരു വിഷയമല്ല. അവരുടെ വിശ്വാസത്തിൻ്റെ വിഷയം തങ്ങളുടെ അനുദിന ജീവിതവും ജീവിത അനുഗ്രഹങ്ങളും മാത്രമാണ്. അതായത് ജോലി, വീട്, വിവാഹം, ഇങ്ങനെയുള്ളതൊക്കെ നേടിയെടുക്കുവാനുള്ള മറ്റൊരു ദൈവിക മാർഗമാണ് വിശ്വാസം. ഇത് ലഭിച്ചില്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരെ കാണാം. വെറും ഉദരപൂരണത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ. ഉദരമാണ് അവരുടെ ദൈവം. അതുകൊണ്ടാണ് ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നുവെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത്. ഫിലിപ്പി 3:19. വിശ്വാസം നശ്വരമായ വിഷയങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി മാറ്റുന്നതിനെതിരെയുള്ള ഒരു ജാഗ്രത കൂടി നോമ്പുകാലത്ത് വളർത്തിയെടുക്കണം. അങ്ങനെ യഥാർത്ഥ സുവിശേഷവിഹിതമായ വിശ്വാസത്തിലേക്ക് വളരാം.